ഹരി ഓം. നമുക്ക് ഒരു നിമിഷം കണ്ണടച്ചിരിക്കാം. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരി ഓം. SPYSS NYC മലയാളം ഓൺലൈൻ നടത്തിവരുന്ന രാമായണ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കർക്കിടകമാക്കിക്കൊണ്ടിരിക്കുന്ന SPYSS NYC മലയാളം ഓൺലൈൻ രാമായണ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കളായിട്ട് ഉള്ള എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്ന ഭാഗം രാവണ ശുക സംവാദത്തിന് മുമ്പേ 6 വരികളുണ്ട്. അതിനുശേഷം മുന്നേ നിബന്ധനം ഒരു ശുകാസുരൻ മുതല് രാവണന്റെ പടപ്പുറപ്പാട് വരെ ആണ് ഇന്ന് ഇവിടുത്തെ ഷെഡ്യൂള്. ഇന്ന് പാരായണം ചെയ്യാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവര് ഒന്ന് രമാക്ക, ഗിരിജ രാജനക്ക, പ്രിയ നവീനക്ക, ശ്രീജ വിനോദക്ക, ശ്രീ പാർവതിയക്ക, ഒപ്പം ഉണ്ണികൃഷ്ണൻ അണ്ണൻ. സാരാംശം പറയാൻ എത്തിയിരിക്കുന്നത് ഗംഗാ രാജേന്ദ്രനക്ക, ബായ്ക്കപ്പിൽ പ്രീജിതക്ക, രമാനായരക്ക. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരി ഓം. ആദ്യമായിട്ട് രമാക്കയെ പാരായണം ചെയ്യുന്നതിനായി ക്ഷണിച്ചു. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. യുദ്ധകാന്ഡം. മുന്നേ നിബദ്ധനായൊരു സുഖാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. രാവണ ശുക സംവാദം. പങ്ക്തി മുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം
മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ. രാക്ഷസരാജ പ്രവരാജയ ജയ മോക്ഷോപദേശ മാർഗേണ ചൊല്ലിടുവൻ. സിന്ധുതന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവത്യനയപ്പിനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനവവീരനനുജ്ഞയാ സാദരം. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായികിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലുമൊന്നുടറിച്ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ടന്തനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിനു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ട് പുറപ്പെടുക ശുനീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവുമാശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ശുനീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവ പാലിതം. പർവത സന്നിഭന്മാരായ വാനരരുർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുന്നവനോടു പണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ. അങ്കദനാകുമിളയ രാജാപതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൾ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമൻ. തൽപാർശ്വസീംനി നിൽക്കുന്നതു വാദജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ. രംഭൻ അങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളിനതിനങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ. രാതാരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും
മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളവതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മനുഷ്യനല്ലാതിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നിങ്ങനെ എന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്കനീ മനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മാംസം മേധോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധം എത്രയും ജ്ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്കനീ ഹന്ത ജഡാത്മകമായ കായത്തിങ്കലെന്തോരാസ്ഥാ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു. സുഖദുഃഖ ബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനി. ആത്മാവു നിർമ്മലനവ്യയനദ്വയനാത്മനാത്മന കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമധേ. പൗലസ്ത്യ പുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാ പരനദ്വയൻ. സീതയെ രാമനു കൊണ്ടു കൊടുത്തു തൻ പാദപത്മാനുചരാനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലായ്പശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലൊരു സംശയം.
നല്ലതത്തെ ഞാൻ നിനക്കു പറഞ്ഞതോ, നല്ല ജനത്തോട് ചോദിച്ചു കേൾക്കടോ. രാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്ത വത്സലം ലോക ശരണം ശരണദം. ദേവം മരതക കാന്തികാന്തം രമാ സേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധാരിച്ചു കൊൾകിലോ, മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഖവാക്യം അജ്ഞാനനാശനം, ശുദ്ധാദശാസ്യനം ക്രോധത്രമാക്ഷനായി. ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൽ. ഭൃത്യനായുള്ള നീയാചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തൊരുപകാരമോർക്കയാലുണ്ടു കാരുണ്യ മെനിക്കതു കൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ, കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുന്നിൽ നീ കാൽക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതോ കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നോ തൻ മന്ദിരം പൂക്കരുന്നീടിനാൻ. ശുഗന്റെ പുറു ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഗൻ നിർമ്മലൻ, പ്രാമാണ്യവും പാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാ ജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾ അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായി കൊണ്ടും. യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ, യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ പരനായി മരുവും ദശാന്തരെ. നിർജര വൈരികുല ശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ട നിശാചരൻ. എന്തോന്നു നല്ലോ ശുഖാപാകാരത്തിനെ നന്തരവും പാർത്തിരിക്കും വിധോ. കുംഭോത്ഭവനാം അഗസ്ത്യൻ കുശുകാശ്രമേ സംപ്രാതനായൊരു ദിവസം ഫലാൻ. സംഭോജിതനാം അഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ. സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ തഥാ യാദോധനാധിപൻ വജ്രദംഷ്ടാസുരൻ. ചെന്നാൻ അഗസ്ത്യ രൂപം ധരിച്ചന്തര ചൊന്നാൾ ശുഗനോട് മന്ദഹാസാന്വിതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണം എന്നു നമുക്കെടോ. ചാങ്കമാംസം വേണമല്ലോ കറീമമ, യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. എന്നടവേശുകൻ പത്നിയോടും തഥാ ചൊന്നാതനങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേശുക പത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൾ മായയാ. മർത്യമാംസം വിളമ്പി കൊടുത്തമ്പോടോ തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും വൃദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസാനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശമിച്ചതു കേട്ടോ ശുഗൻ താനോ മെത്രയും ചിത്രമിതെന്തൊരു കാരണം. മാസോത്തരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതു മെന്നൂടെ ദുഷ്കർമ്മം എന്നേ പറയാവൂ. ചൊല്ലെന്നു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം. എന്നതോ കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേ വിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസ സമന്വിതം വേണമെന്നഞ്ചസാക്കെ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുഗോക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൾ. വൃത്താന്തം മുൾക്കാമ്പ് കൊണ്ടു കണ്ടോരള ഉൾത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പതായാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനോ മതിമൂഢനായി ചമഞ്ഞേൻ ഫല നൂനം വരാ വിധി തന്മതമെന്നുമേ. മിഥ്യയാവെന്നു കൂടാ മമ ഭാഷിതം സത്യപ്രധാനല്ലോ നീയുമാകയാൽ.
നല്ലതു വന്നു കൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളും ദൃഢം. രാവണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനര നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവർക്കായറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനം ചെന്നു വണങ്ങുതാരാമനെ സാദരം. പിന്നെ വിശേഷങ്ങൾ ഒഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണനാത്മക തത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാരുണി രാജസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാദിജത്വവും വന്നു കൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യന്തബോധന വാക്യം മനോഹരം ആലുവാന്റെ വാക്യം. കാരനായൊരു ചുകൻ പോയ നന്ദൻ കോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണ മാതാവിനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനോ വിടുതീയതോചിതം. കൈകസീനന്ദനൻ തന്നോട് ചൊല്ലിന ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിങ്ങനെ എല്ലാം നിനക്കൊത്ത വന്നമനുഷ്ഠിക്കാൻ. ദുർനിമിത്തങ്ങളിൽ ജാനകീതൻ കയ്യിൽ വന്നതിൽ പിന്നെ പലതൊന്നു കാണുന്നു കണ്ടില്ലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്കാമാനസ്. ദാരുണമായിടി പെട്ടുന്നി തന്യഹം ചോരയും പറയുന്ന ദുഷ്ണമായത്രയും ദേവലിംഗങ്ങളിൽ വിയർക്കുന്നു ദേവിയാം കാളിയും ോടനിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നോ കരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർക്കാരനോട് പിണങ്ങുന്നു ദോഷാനുകുലങ്ങളോട് മൗവണ്ണമേ പന്നകജാലം ധരിക്കുന്നോടുന്തക. പിന്നെ തീർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായ ചന്ദ്രാപികനായി വർണ്ണവും പിങ്കലാകൃഷ്ണമായി പന്തകം കാലനെയുണ്ടു കാണും ഇതെല്ലാടവും കാലമാപത്തിനോ നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയ സീതയെ കൊണ്ടുപോയി രാമപാദേവെത്തു വന്ദിക്കവൈകാതെ. രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിശേഷമെല്ലാം ചൊല്ലിച്ചു ഭരിച്ചുകൊൾ തദ്ദയനാ പരമാത്മനവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാഴിതിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തകരണവും ചിത്തമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം നിനക്കിതു ചിന്തിക്കമാനത്. സാധനാപൂർവം ദശമുഖനോടു ശാന്തനമായവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പറയാനും ദശമുഖൻ പിന്നെയും മായവാൻ തന്നോടു ചൊല്ലിനാൻ. മാനവേനായ കൃപണനാകാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാമിലാക്കുന്നവൻ ജലനത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു നാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയതു മിന്നി വേണ്ടുന്ന ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനദീസിദ്ധനാം മിത്രമേ ചുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാതെ ഇഷ്ടം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്രനും പ്രസാദം. വാനരാസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീശര വീരരെ സത്കരം തത്ര വരുത്തി വാഴും വിധവും. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടു വിവാഹിനാൻ. 10 കിരീടവും കൈകളിരുപതും വക്രനോടൊത്തു ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ദേന കണ്ടിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു
ബാണത്തെ നോക്കി നോക്കി ചരിത്തിടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ കുക്കുട സത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. ദേവി മൃദംഗരക്ഷാപണവാനാദാരുണ ഗോമുഖ തെങ്ങൾ പാദ്യങ്ങളും വാരണാശോത്തര ഹരിശാർദൂല കൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷൂഷാഭാക്ക് തോമരമുരുധരമുയർത്തി ശക്തി തുരികാരികൾ ഹസ്തേ ധരിച്ചുകൊണ്ട് അസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരായുദ്ധബുദ്ധിയോടസ്ത്രീകളദ്രികൾ ഉർവിയം ദർശനം മുട്ടൂതമായിതു സത്യലോകത്തോളം വജ്രസംസാരയിൽ പൊക്കാൻ പ്രവർത്തനം വജ്രസംസൻ തഥാ ദക്ഷിണാദിക്കിലും ദൃശ്യവനാരിയാ മേഘനാഥൻ തഥാ പശ്ചിമാഗോപുരക്കാരി കുട്ടിയിടിന മിത്രവർഗ മാതൃവൃദ്ധ്യജനത്തോടും ഉത്തരജാതി പുത്രാൻ ദശവക്രനും നീലനും സേനയും പൂർവദിഗോപുരെ ബാലിതനയനും ദക്ഷിണ ഗോപുരെ വായുതനയനും പശ്ചിമാഗോപുരെ മായാമനുജനാമാദിനാരായണൻ മിത്ര തനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരാദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. ആയിരം കോടി മഹാകോടികളോടുമായിരം അർബുദമായിരം ശംഖങ്ങൾ, ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ, ആയിരം ധൂളികളായിരം ആയിരം തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാൻ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ട് ആർത്തു വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽകര പങ്ക്തികൾ പിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ യഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടും നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തിമുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തുമറിവതിനായ യച്ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചൊന്നാരവരും കവികളായി. മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൾക്കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹ്വനായി ദശകന്ധരൻ മൈതിരി വാഴുമിടം പുക്കാൻ. രാമശിരസ്സും ധനുസുമിതെന്നുടൻ വാമാക്ഷി മുന്നിടാമാറുവച്ചിടിനാൻ. ആയോധനെ കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൻ. അന്നേരം വൈദേഹി തന്നോട് ചൊന്നാൽ സരമയും ഖേദമശേഷ മകളെ കളക നീ എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിലി ഇല്ലൊരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. ഇത്തം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. മംഗലദേവത വല്ലഭാജ്ഞാവശാലങ്കതൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊന്നു വന്നെന്നുടെ മുന്നിലാമാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായി കിടത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും. രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവാൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തമധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായ ഒരു രാത്രിഞ്ചര വീരനും
വൃത്രാരിപുത്ര തനയനെ കൊൽകെന്ന് നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചര വീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൽ കവീന്ദ്രനും. പിന്നെ അപ്രാസാദവും തകർത്തിടിനാൻ. ഒന്നു കുതിച്ചങ്ങു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാൻ അംഗദൻ. പിന്നെ സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ധന്യൻ, ഗവയൻ, ഗവാക്ഷൻ, മരുൾസുതൻ എന്നിവരാദ്യാം വാനരവീരന്മാർ ചെന്ന് ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്ന് പറഞ്ഞെടുക്കും നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും പിണ്ടിപാലങ്ങളും മുൽക്കരജാലവും ചക്രങ്ങളും പരികങ്ങളും ഈട്ടികൾ ശുക്ര കജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുകൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്ന മാറ്റൊലി കൊണ്ടുതേ. ജമ്പാരി മുമ്പാം നിലിംബരും കിന്നര കിംപുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. തുങ്കനാമിന്ദ്രജിത്തേറ്റാനതു നേരം അംഗദൻ തന്നോടതിന്നു കപീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ. ധീരനാകും ജംബുമാലി നിശാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രസ്ഥനോടേറ്റിതു മിത്രാരിയോട് വിഭീഷണ വീരനും നീലൻ നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടും ദക്ഷധ്വജാഗ്നിധ്വജാതികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാൻ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും ഭാരിതി തന്നിൽ വീണീടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്ത് അമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതു ബദരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ. വെന്നിപ്പെറും പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും. ഹാഹാ വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുദശാന്തരെ സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാത്രി പോലെ പവനാശനനാശനൻ. അപ്തിതോയം സ്വപക്ഷയും മോധൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനു ബദ്ധസമ്മോദ അനുഗ്രഹം നൽകിനാൻ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനു ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടുമേൽ പോട്ടുപോയി മറഞ്ഞിടിനാൻ താർച്ഛനും. മുന്നേതിലും ബലവീര്യങ്ങൾ പൂണ്ടുന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു ആത്മജൻ മന്ദിരം പൂക്കിരിക്കുന്നതിൻ മുന്നമേ വന്നാരവരുമിങ്ങെന്തൊരു വിസ്മയം. നന്നെത്രയുമെന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമിതെന്ന് ദശാനനൻ ചെന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യബല വേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം
ഹസ്തങ്ങൾ തോറും അല്ലാതവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാൻ അതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്നു ദാരുണമായതു യുദ്ധവും എത്രയും. വേലശിവൻ മഴുക്കുന്തം ശരാസനം ശൂലം മുസലം ഗദാദികൾ കൈക്കൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതൊട്ടും തെങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയും മാറായൊഴുകി പല വഴി. ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തിയെടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുഗതയും എടുത്തുടൻ പാരിലമ്മാറുധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായത് മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരരെ ഒടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ ഗദ കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയെ പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടം ഉംബർപുരത്തിങ്കലമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിത് ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രവരൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ ജയിച്ചഭിമാന കീർത്തിയ വരികൻ നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജനോട് എതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദിയുകളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗടനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറിയിടുമകമ്പൻ തന്നെയും വൻപടയോടും അയച്ചാനതു നേരം കമ്പമുണ്ടായിതു മേദിനിക്കന്നേരം. ദുശ്യവനാരി പ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുധനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം.
ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീയറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായികയോ. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊൽക എന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാൻ എന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രിമാർ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ, കുംഭനും മഹാനാഥനും ദുർമുഖൻ, ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രിമാർ 4 തിങ്ങിന വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാജലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്ര ഖഡ്ഗപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവനന്ദനൻ ജാംബവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പുക്കിരുന്നരുളിയിടിനാൻ. സേനാപതിയും പടയും മരിച്ചിതു മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവേൽ കരോമി യത്കിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീരാമജയം. ഹരി ഓം. അടുത്തതായിട്ട് ഇതിന്റെ സാരാംശം പറയാനായിട്ട് ഗംഗാ രാജേന്ദ്രനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. നമ്മള് ഇന്ന് 3 കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. വളരെ സമയം കുറവാണ്, പക്ഷെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആവുന്നത്ര വേഗത്തിൽ പറഞ്ഞു തീർക്കാം, എന്നോടൊന്ന് ക്ഷമിക്കണം. നമ്മൾ രാവണ ശുഗ സംവാദം പറയുന്നുണ്ട്, ശുഗന്റെ പൂർവ്വവൃത്താന്തം പറയുന്നുണ്ട്, പിന്നെ മാലവ്യൻ അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട്, പിന്നെ രാവണന്റെ യുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ ഈ ഒരു കുറച്ച് മിനിറ്റുകളിലുള്ള പറയുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് എന്താണ്? രാമാദികള് അടുത്ത് പോയിട്ട് ശുഗൻ പറയാണ്, ദശാനന്റെ കാര്യം പറയുമ്പം എന്താണ് അവിടെ സംഭവിച്ചത്, ദശാനനൻ പറഞ്ഞു വിട്ട ശുഗന് എന്താണ് സംഭവിച്ചത് എന്ന് രാമാദികൾ പറഞ്ഞു. നീ പോയിട്ട് രാവണനോട് എന്ന് പറയും. അപ്പം ശുഗൻ ഭഗവാനെ തൊഴുതിട്ട് അവിടുന്ന് ദശാനന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ തന്നെ തുടങ്ങുന്നുണ്ട്, പങ്ക്തിമുഖനും അവനോട് ചോദിച്ച. പങ്ക്തിമുഖൻ എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ട് മുഖങ്ങളുള്ളവൻ, നിരനിരയായിട്ട് മുഖങ്ങളുള്ളവൻ രാവണൻ ശുഗനോട് ചോദിക്കുകയാണ്, എന്താ അത്ര വൈകിയത്? സാധാരണ നമ്മൾ ദൂത് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ദൂതൻ വേഗം മടങ്ങി വരാറുണ്ട്. ഇതെന്താ മടങ്ങി വരാത്ത? എന്താ അത്ര വൈകിയത്? എന്താ പറ്റിയത്? നിന്നെ അവര് വാനരേന്ദ്രന്മാരെ നിനക്ക് അഭിമാന വിരോധം ചെയ്തുവോ? അതോ എന്താ അങ്ങനെ ക്ഷീണിതനായത്? മനസ്സ് വിഷമിക്കാതെ വേഗം പറയൂ എന്ന് പറഞ്ഞിട്ട് രാവണൻ ഇങ്ങനെ പറയണ സമയത്ത് ശുഗൻ ദശാനനോട് പറയാണ്, രാക്ഷസ രാജ എന്താ പറയാ, ശുഗൻ പറയണത് രാവണന് ഇഷ്ടാവണം, രാവണൻ അത് ഉൾക്കൊള്ളണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയണത് രാക്ഷസ രാജപ്രവരാജയ ജയ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംബോധന ചെയ്തിട്ടാണ് പറയണത്. എന്താ പറഞ്ഞു കൊടുക്കണത്? ഞാൻ അങ്ങയുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണ്, മാർഗമാണ് പറയാൻ പോണത്. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം. അപ്പൊ സമുദ്രത്തിന്റെ വടക്കേ ഭാഗത്തിന്റെ അവിടെ ചെന്ന് ഞാൻ അങ്ങ് എന്നോട് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയ സമയത്ത് അവരെന്നെ പിടിച്ചു കൊന്നു കളയാനാണ് നോക്കിയത്.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു? രാമരാമപ്രഭോ പാഹി പാഹി എന്ന് പറഞ്ഞ് കരഞ്ഞു കേട്ടപ്പോ ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞു, ഭൃത്യൻ അവധ്യൻ അവധ്യൻ അവനെ വെറുതെ വിടൂ. നമ്മളുടെ ദൂതനാണ്, ദൂതനെ അവധ്യൻ അവനെ വെറുതെ വിടൂ എന്ന് ദയാപരനായ ശ്രീരാമേന്ദ്ര സ്വാമി അരുൾ ചെയ്തു. അതുകൊണ്ടാണ് വാനരന്മാർ എന്നെ വിട്ടുകളഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനും അവരോടുകൂടെ നടന്നു തുടങ്ങി. അങ്ങനെ സേതുബന്ധനമൊക്കെ കഴിഞ്ഞ് വാനരന്മാരോടുകൂടെ ലങ്കയുടെ അടുത്ത് ശ്രീരാമേന്ദ്ര സ്വാമി എത്തിയ സമയത്ത് ശ്രീരാമേന്ദ്ര സ്വാമി എന്നോട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടേണ്ട ആളല്ല. അപ്പോ അങ്ങയോട് പറയാൻ ഒരു ദൂത് ശ്രീരാമേന്ദ്ര സ്വാമിയും രഘുത്തമനും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ പറയാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകിൽ സീതയെ മടക്കി തരിക, ഒന്നുകിൽ സീതയെ എന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കി തരിക, അല്ലായെങ്കിൽ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടായാലും ഉഴറി പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ യുദ്ധം ചെയ്യാനാണെങ്കിലും ശരി, സീതാദേവിനെ മടക്കി എന്റെ അടുത്ത് കൊണ്ടു തരാനാണെങ്കിലും ശരി, അത് വൈകാതെ നീ ചെയ്തോളണം. അപ്പൊ എനിക്ക് രണ്ടും ഒരേപോലെയാണ്. ഇനിയിപ്പൊ ഞാൻ യുദ്ധം ചെയ്ത് സീതേനെ വീണ്ടെടുക്കണം വെച്ചാൽ അതിനും ഞാൻ തയ്യാറാണ് എന്നാണ് ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞിരിക്കണതെന്ന് പറയാണ്. അപ്പൊ എന്തൊരു ധൈര്യം കൊണ്ടാണ് യാതൊരു എന്താ പറയാ ഭയവുമില്ലാതെ ഒരു അന്ധനെ പോലെ സീതയെ കട്ടുകൊണ്ട് പോന്ന, ആരും കാണുന്നില്ല എന്നുള്ള ഭാവത്തില് നീ വന്ന് കട്ടുകൊണ്ടുപോയത്. അതിന് നിനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ ഊറ്റത്തോടെ പോരിനായി പുറപ്പെടൂ. അത്ര ധൈര്യം ഉണ്ടല്ലോ, കട്ടുകൊണ്ടുപോകാൻ ധൈര്യല്ലേ, പോരിന് പോന്നോളൂ. അപ്പൊ എന്റെ ഉള്ളിൽ ഇപ്പോൾ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന രോഷം തീർക്കാൻ ഞാൻ ആ ലങ്കയെ തവിട്ട് പൊട്ടിയാക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയണത്. പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. നിന്റെ സഹോദരനായ വിഭീഷണൻ ഇപ്പോൾ അവരുടെ കൂട്ടത്തിലാണ്. ആരുടെ കൂട്ടത്തില്? ശുഗൻ പറയാണ്, വിഭീഷണൻ നിങ്ങളുടെ അനിയനായിരിക്കാം രാവണ, പക്ഷെ ഇപ്പൊ ഉള്ളത് ശ്രീരാമേന്ദ്ര സ്വാമിയുടെ കൂട്ടത്തിലാണ്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാ, നീ ഒന്ന് അവിടെ നിന്ന് നോക്കിയാ എന്താ കാണാം? സുഗ്രീവ ലക്ഷ്മണന്മാരോടുകൂടി അങ്ങേ കൊല്ലുന്നതിനായിട്ട് അവരൊക്കെ എത്തിയിരിക്കുകയാണ്. ദശകണ്ഠ പ്രഭോ വീണ്ടും കേഴാണ്. എന്താ പറയണത്? സുഗ്രീവനാൽ പാലിക്കപ്പെടുന്ന ആ സൈന്യത്തെ ഒന്ന് കാണൂ, ഒന്ന് നോക്കൂ. പർവ്വത സമാനരായ വാനരന്മാര് ഉറുവി കുലുങ്ങും പോലെയാണ് അവര്, ഭൂമി കുലുങ്ങും പോലെയാണ് അവര് ഗർജനം ചെയ്യണത്. ഇപ്പൊ യുദ്ധം ചെയ്യണമെന്ന ഭാവത്തിലാണ് അവര് നിൽക്കുന്നത്. അവര് എത്രയുണ്ടാന്നുള്ളത് ഒരു പിടിയുമില്ല. അവിടെ ഒരു ഇത് പറയുന്നുണ്ട്, സാക്ഷാൽ സംഖ്യാവതാരനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് പോലും കൂട്ടി കഴിയില്ല. അത്രയും അധികം പരാക്രമികളായ വാനരസേന. ആ വാനരസേനയിലെ പ്രധാനികളാക്കിയാണ് പറയണത്, ലങ്കാപുരത്തെ നോക്കി അലറി നിൽക്കുന്ന 100,000 പടയോടെ ശത്രുക്കളെ നീരാക്കുവാൻ വാലിങ്ങനെ പൊന്തിച്ചിട്ട് നിൽക്കണത് ആരാ അറിയോ? അഗ്നിനന്ദനായ സേനാപതി നീലൻ. അഗ്നിനന്ദനാണ് നീലൻ. പിന്നെ കാലം പോലും അവനെ പേടിച്ച് ഓടി ഒളിക്കുന്ന പറയണത്. പിന്നെ ഇപ്പോഴത്തെ യുവരാജാവ് അംഗദൻ പറഞ്ഞത് പത്മകിഞ്ചൽക്ക സമപ്രഭൻ. പത്മകിഞ്ചൽക്കം എന്ന് പറഞ്ഞാല് താമര അല്ലി പോലെ മനോഹരമായ പ്രഭയുള്ളവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാലോണ്ട് ക്ഷമ കെട്ടിട്ട് കാല് തച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടില്ലേ? അതാണ് ബാലിയുടെ മകൻ അദ്രിശൃംഗോപമൻ. അദ്രിശൃംഗോപമൻ എന്ന് പറഞ്ഞാൽ പർവ്വതാകാരാണ്, അതുപോലെ ശക്തിയുണ്ട്. അവന്റെ അടുത്ത് നിൽക്കുന്നതാണ്, അംഗദനെയാ പറഞ്ഞതേ, അതിന്റെ അടുത്ത് നിൽക്കുന്നതാണ് വായുപുത്രനായ ഹനുമാൻ. ഹനുമാനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിന്റെ മകനെ കൊന്നത് ഹനുമാനാണല്ലോ, അപ്പൊ നിനക്ക് അറിയാം, ഞാൻ അതിനെ കുറിച്ച് പറയില്ല. പിന്നെ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നതാണ് ശ്വേതൻ. ശ്വേതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വെളുത്തവൻ. അത് രജത സമപ്രഭൻ എന്ന് പറഞ്ഞു. രജത സമം എന്ന് പറഞ്ഞാൽ വെള്ളിക്ക് തുല്യമായ പ്രഭയോട് കൂടിയവൻ. അതിനപ്പുറം രംഭൻ, അവന്റെ മുമ്പിൽ വമ്പനായ ശരഭൻ, അവൻ മഹാബലവാനാണ് കേട്ടോ. പിന്നെ മൈന്ദൻ, വിവിധൻ, അവര് ഏട്ടാനിയന്മാരാണ്. അവര് എന്താ പറയാ അശ്വിനി ദേവന്മാരുടെ വൈദ്യന്മാരായ അശ്വിനി ദേവന്മാരുടെ മക്കളാണ് അവര്. പിന്നെ ഇങ്ങോട്ടുള്ള സേതു നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത നളൻ. അതിനപ്പുറത്ത് നിൽക്കുന്നത്
ജ്ഞാനിയായ വിശ്വകർമാവിന്റെ മകനാണ്. ഇനി പേര് പറഞ്ഞു പോവാണ്. ആരൊക്കെയാണ് ഇതിലെ വമ്പന്മാരായ കവികൾന്ന്? താരൻ, വനസൻ, കുമുദൻ, വിനതൻ, വീരൻ, വൃഷഭൻ, വികടൻ, ഹനുമാന്റെ പിതാവായ കേസരി, ശൂരനായ പ്രമാധി, ശതബലി, ജാമ്പവാൻ, വീരൻ, ഗജൻ, ഗവാക്ഷൻ, ശൂരൻ, ഗതിമുഖൻ, ജ്യോതി, ഇങ്ങനെ കവിവീരന്മാരുടെ പേരുകൾ ഇങ്ങനെ നിരത്തി പറയാണ്. ഇത്രയും പറഞ്ഞപ്പത്തി ക്ഷീണിച്ചു ശുഗമഹർഷി. എന്നിട്ട് പറയാണ്, വാനര നായകന്മാര് 67 കോടിയുണ്ട്, 21 കോടി പടയുമുണ്ട്. അവർക്ക് മാത്രമല്ല, അതൊന്നും മാത്രല്ല, ഒരു കാര്യം നീ അറിയണം രാവണ. എന്താണ്? ദേവന്മാർക്ക് ശത്രുക്കളാണ് രാക്ഷസന്മാര്. ഈ രാക്ഷസന്മാരെ ഒടുക്കാൻ വേണ്ടിയിട്ടാണ്, ദേവാംശ സംഭവന്മാരാണ് ഈ വാനരന്മാരൊക്കെ. അപ്പൊ ദേവന്മാരുടെ അംശമായിട്ടുള്ള വാനരന്മാരാണ് ഇവരൊക്കെ. അപ്പൊ നീ വിചാരിക്കേണ്ട ഇവര് സാധാരണ കവികളാണ്, വേഗം കൊന്നൊടുക്കാന്നൊന്നും വിചാരിക്കേണ്ട. ഇവരൊക്കെ ദേവാംശ സംഭവന്മാരായ കവികളാണ്. ഓരോരുത്തരുടെ മക്കൾ എന്നിങ്ങനെ പറയുന്നുണ്ടില്ലേ, വന്നിയുടെ മകൻ, വായുവിന്റെ മകൻ. അപ്പൊ അഷ്ടവൈദ്യന്മാര്, അശ്വിനി കുമാരന്മാരുടെ മകൻ, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ദേവാംശമുള്ള കവികളാണ്. അപ്പൊ അവരെ നീ കവികളല്ലേ വെച്ചിട്ട് വെറുതെ തള്ളിക്കളയൊന്നും വേണ്ട. പിന്നെ ശ്രീരാമചന്ദ്രസ്വാമി സാക്ഷാൽ നാരായണനാണ്. സീതാദേവി ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മണനാണെങ്കിലോ അനന്തന്റെ അവതാരമാണ്. എത്രയൊക്കെ ശുഗൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീരാമേന്ദ്രസ്വാമിയും സീതാദേവിയും ലോകത്തിന്റെ മാതാപിതാക്കളാണ്. ഇവര് രണ്ടുപേരും. അപ്പൊ നീ ശരിക്കും ഒന്നും കൂടി ചിന്തിച്ചു നോക്കൂ, എന്തിനാ അവരോടിങ്ങനെ ഇത്ര ദേഷ്യം കാണിക്കണത്? ഈ പഞ്ചഭൂതാത്മകമായ ശരീരം ഒരു നാൾ പഞ്ചഭൂതത്തിൽ ലയിക്കും. അപ്പൊ ശരീരം അപ്രത്യക്ഷാവും. അവിടെ ഒരു കണക്ക് പറയുന്നുണ്ട്, പഞ്ചാത്മക എന്ന്. അതായത് 5 × 5 25. 25 തത്വങ്ങളാണ്. അതായത് മൂലപ്രകൃതി, മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പ്രകൃതി, മനസ്സ്, പിന്നെ പഞ്ചേന്ദ്രിയങ്ങളില് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പെടും, പഞ്ചഭൂതങ്ങൾ പെടും, പിന്നെ അവയുടെ തന്മാത്രകൾ. അപ്പൊ 25 എണ്ണം. അങ്ങനെ 25 തത്വങ്ങൾ. അപ്പൊ ഈ തത്വങ്ങളാണ് ലോകമായിട്ട് നമുക്ക് അറിയപ്പെടുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ശരീരവും ദുർഗന്ധമായിട്ടുള്ള ഒരു മലഭാണ്ഡമാണ് എന്നാണ് എഴുത്തച്ഛൻ പറയണത്. ഈ ശുഗനിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് നമുക്കുള്ള ഒരു ഉപദേശം കൂടിയാണ് കേട്ടോ അത്. അപ്പൊ ഈ വൃത്തികെട്ട ഓർത്ത് എല്ലാരും അഭിമാനിക്കും. എന്ത്? ഈ ജഡമായിട്ടുള്ള ശരീരത്തിലാണ് മനുഷ്യന് ഭയങ്കര താല്പര്യമാണ്. ധീമതാം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടെന്നാണ് മനുഷ്യന്റെ വലിയൊരു വിചാരം. പക്ഷേ അജ്ഞാനിയാണ് ശരിക്കും. അതായത് ബ്രഹ്മഹത്യാഭാവങ്ങൾ പോലെയുള്ള പാപങ്ങൾ ചെയ്യുന്നത് ഈ ശരീരത്തോടുള്ള ആസക്തിയാണ്. എത്ര കാലം ഈ ശരീരം കൊണ്ട് അഹങ്കരിക്കാൻ പറ്റും? ഒരസുഖം വന്നാല് തീർന്നില്ലേ? ജീവിച്ചിരുന്ന കാലത്ത് ചെയ്യുന്ന പുണ്യപാപങ്ങളോട് ഈ ജീവന് ബന്ധനം വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ കർമ്മങ്ങളുടെയും ആ ഒരു വാസന, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ വാസന നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ അടിഞ്ഞുകൂടും. എന്നിട്ട് പിന്നീട് സുഖവും ദുഃഖവുമൊക്കെ ആയിട്ട് വരുന്ന ഇതാണ്. അപ്പൊ നമുക്ക് തോന്നും എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നു എന്ന്. എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളിൽ പൂർവജന്മങ്ങളിലായി സഞ്ചിതമായിട്ടുള്ള ആ സൂക്ഷ്മ ശരീരത്തിലുള്ള ആ വാസനകളാണ് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ബന്ധനസ്ഥരാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മവാസനകൾ അവശത്വേന ബന്ധനസ്ഥരെ പോലെയാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ഓരോന്ന് ചെയ്തു കൂട്ടും. അങ്ങനെ മോഹിതരായ ആൾക്കാര് ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു എന്നീ ഭാവങ്ങളൊക്കെ നമുക്ക് തോന്നുകയാണ്. അപ്പൊ ശോകമില്ലാതാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഈ ദേഹം എന്ന അഭിമാനം നമ്മൾ കളയുക. ഞാൻ ആത്മാവാണ്. അവിടെ പറഞ്ഞു അവ്യയൻ, അദ്വയൻ. മനസ്സുകൊണ്ട് തൻ്റെ ഉള്ളിലെ ആത്മസ്വരൂപത്തെ നീ കാണൂ രാവണ. ചിത്തശുദ്ധി വരുത്തൂ, ആ ആത്മാവിൽ ലയിക്കൂ. മനുഷ്യൻ എന്താ വിചാരിക്കണേ? ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണു, വലിയ മഹത്തരമായ കാര്യങ്ങളാണ്,
സൂകരം, സൂകരം എന്ന് പറഞ്ഞാൽ പന്നി നാട്ടോ, അശ്വം എന്ന് പറഞ്ഞാൽ കുതിര. അപ്പൊ ഇങ്ങനെ എല്ലാ പക്ഷി മൃഗാദികൾക്കും ആസക്തി ഉണ്ട്. അപ്പൊ മനുഷ്യന് മാത്രല്ല ആസക്തി ഉള്ളത്, എല്ലാ പക്ഷി മൃഗാദികൾക്കും ആസക്തി ഉണ്ട്. നരകാദികൾക്കും ഭോഗമുണ്ട്. അപ്പോ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണം സമ്പാദിച്ചു, മക്കളെ നോക്കുന്നുണ്ട്, ഞാൻ കുടുംബം നോക്കുന്നുണ്ട്, ഇങ്ങനെ അഭിമാനം കൊള്ളുന്ന വിദ്യയാണ്. കാരണം എന്താണ്? ഇതന്നെയാണ് എല്ലാ മൃഗങ്ങളും ചെയ്യണതേ. മൃഗങ്ങളും കുഞ്ഞു കുട്ടികൾക്ക് ഉള്ള ഭക്ഷണം കൊണ്ടുകൊടുക്കണില്ലേ, ഒരു പ്രായത്തിന് വരെ ആ കുട്ടികളെ നോക്കണില്ലേ. അത് അപ്പൊ അവരും തമ്മിൽ എന്താ നമ്മൾ നോക്കണു എന്ന് പറഞ്ഞാൽ എന്താ പത്ര മഹത്വം ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു മൃഗതുല്യമായ ജീവിതം മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ എന്നാൽ വിവേകം ഉള്ളിൽ ഉദിക്കുന്ന സമയത്ത് ദ്വിജത്വം വരുന്നു. ഇനി എന്താണ് ദ്വിജത്വം എന്ന് പറഞ്ഞു കൊടുക്കാണ്. ആദ്യം നമ്മൾ മൃഗതുല്യമായിട്ട് ജീവിച്ചു, ഒന്നും അറിയില്ല, ആത്മാവാണെന്നുള്ള ബോധമില്ല, ഒന്നുമില്ല, നമ്മൾ കുറെ ഭോഗാസക്തികളുണ്ട്, അതിലൊക്കെ രമിച്ച് നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോവാണ്. അപ്പൊ പക്ഷെ ജീവിച്ച് പോകുമ്പോ നമുക്ക് നല്ല സംഘങ്ങളും നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ ആയിട്ട് നമുക്ക് കുറെ ദൈവികമായ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, എല്ലാം നമുക്ക് ഈ ആസക്തി ഒട്ടലങ്ങോട്ട് കുറയും. അപ്പൊ ആസക്തി നശിക്കുമ്പോ എന്താ ഉണ്ടാവുക? ആത്മസ്വരൂപമാണ് എന്ന ബോധം നമുക്ക് വരും. അപ്പൊ ആത്മസ്വരൂപമായ സ്വരൂപനാണ് എന്നുള്ള ബോധം വരുമ്പോഴാണ് നമ്മൾ ബ്രാഹ്മണനാവണത്. അതാണ് ദ്വിജത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മസ്വരൂപമാണ് എന്ന ബോധത്തിലേക്ക് നമ്മളെ എത്തിക്കണം. രാവണ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ശുഗൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എഴുത്തച്ഛന് നമ്മളോടുള്ള പറയാനുള്ള കാര്യങ്ങളാണ്. പല കഥാപാത്രങ്ങളിലും കൂടെ എഴുത്തച്ഛൻ നമ്മളോടാണ് സംസാരിക്കുന്നത്. അതായത് കർമ്മഭൂവായ ഭാരതഖണ്ഡത്തിൽ, ഞാൻ ആ വാക്ക് ഇതുകളൊന്നും വായിക്കില്ല കേട്ടോ, വായിച്ചാൽ കുറേ ഉണ്ട് പറയാൻ. ഭാരതഖണ്ഡത്തിന്റെ പേര് പറഞ്ഞു അവിടെ. അപ്പൊ ശുഗൻ എന്ന രാക്ഷസൻ ഇപ്പൊ ഉള്ളത് ലങ്കയിലാണ്. അപ്പൊ ലങ്കയിലുള്ള ഒരാൾ ഭാരതഭൂമിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലങ്കയിലുള്ള ആളാണ് ഇപ്പൊ ഭാരതഭൂമിയിലുള്ള ആളുമായിട്ട് പോയിട്ട് എന്താ പറയാ ദൂത സംവാദത്തിന് വേണ്ടി പോയത്. അപ്പൊ അവനില് ഉണ്ടാവുന്ന ആ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാവുന്ന വാസനകള് വേണേ അവനെ ഭാരതഖണ്ഡത്തിൽ ജനിപ്പിച്ചേക്കാം, ഇനിയൊരു ജന്മം. അതാണ് അത്രേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ എഴുത്തച്ഛന്റെ ഉദ്ദേശം എന്താണ്? എഴുത്തച്ഛൻ പറയണത് ഈ രാമായണ പഠനത്തിനിടയില് കഷായം പോലെ, എന്നാൽ അതിങ്ങനെ തേനിൽ കുഴച്ചു തരുന്നത് പോലെ ആത്മീയ വിഷയമാകുന്ന കഷായം രാമായണ കഥ എന്ന തേനിൽ കുഴച്ച് തരികയാണ് എഴുത്തച്ഛൻ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് ഓരോരോ കഥാപാത്രങ്ങളിലൂടെ എഴുത്തച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മെ ആധ്യാത്മികമായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തത്വം അതിനിടയിൽ നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പൊ അതാണ് ഇതിന് ആധ്യാത്മിക രാമായണം എന്ന് പറയുന്നത്. അതായത് നമ്മളിലുള്ള ആത്മീയത ഉയരണം. നമ്മളൊക്കെ ഈ ഭാരതഖണ്ഡത്തില്, ഇത് നമ്മുടെ കർമ്മഭൂമിയാണല്ലേ, ഇവിടുന്ന് കർമ്മം ചെയ്ത് പുണ്യപാപങ്ങളാകുന്ന വാസനകളെയൊക്കെ നമ്മള് ക്ഷയിപ്പിക്കണം. പിന്നെന്ത് ചെയ്യണം? ഭോഗത്തിൽ ആശയൊന്നുമില്ലാതെ ധന്യനാകും മഹാമതേ, ഒരു ഭോഗത്തിലും ആശയില്ലാതെ ധന്യനാവൂ മഹാമതേ, രാജാവേ, രാവണ. ശുഗൻ പറയുന്ന പോലെ എഴുത്തച്ഛൻ നമുക്കെല്ലാം പറഞ്ഞു തരികയാണ് ഇവിടെ. ശുഗമഹർഷി രാവണനോട് പറയുന്ന പോലെ നമ്മളോടും എന്താ പറയാ സുഖഭോഗങ്ങളിലുള്ള ആസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ നമ്മളെയും ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങൊരു ബ്രാഹ്മണനാണ്, ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച ആളാണ് രാവണൻ. അപ്പൊ തപസ് ചെയ്യാണ്. തപസ് ചെയ്തത് കൊണ്ട് ഒരാൾക്ക് ചിത്തശുദ്ധി വരുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തപസ്സാണ് ശരിയായ തപസ്. അപ്പൊ ചിത്തശുദ്ധി വന്നില്ലെങ്കിലോ തപസ് വ്യർത്ഥമാണ്. ഇപ്പൊ രാവണൻ തപസ് ചെയ്തത് എന്തിനാണ്? രാവണന് ശിവന്റെ അടുത്തുനിന്ന് അസ്ത്രങ്ങളും മറ്റനുഗ്രഹങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ചിത്തശുദ്ധി വന്ന് ഈശ്വരനിൽ ലയിക്കുക എന്നുള്ള ആ ഒരു ഇതിലല്ല ചെയ്തിരിക്കുന്നത്. അപ്പം ചിത്തശുദ്ധി നേടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തപസ് വ്യർത്ഥമാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വഴിപാട് കഴിക്കൂല്ലേ, ആ വഴിപാട് കഴിക്കണ പോലെയാണ് ഈ തപസ്സും. അപ്പൊ ചിത്തശുദ്ധി കൈവരുത്തുകയാണ് ഭക്തി. അപ്പൊ
ഇന്ന് മുതലെങ്കിലും രാവണ നീ എല്ലാ ദുർവിചാരങ്ങളും ചീത്ത സംഘങ്ങളും ഇല്ലാതാക്കി ആസക്തിയൊക്കെ പരിത്യജിച്ച് രാമനെ തന്നെ സമാശ്രയിച്ചിടുക എന്നാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആദ്യേ പറഞ്ഞു നിന്റെ മോക്ഷസാധ്യത്തിനായിട്ടുള്ള ഒരു ഉപദേശമാണ് ഞാൻ ഈ ദൂതിന് പകരമായി നിന്റെ അടുത്ത് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ശുഗൻ ഇത് പറയുന്നത്. അങ്ങനെ സർവപാപങ്ങളും തീർന്ന് നിനക്ക് വിഷ്ണു ലോകം പ്രാപിക്കാം. ശ്രീരാമനെ ആശ്രയിച്ചാൽ നിനക്ക് വിഷ്ണുപദം ഉറപ്പാണ്. അല്ലായെങ്കിൽ നരകത്തിലേക്ക് പോവും രാവണ. ഞാൻ ഈ പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഉയർച്ച വരാൻ വേണമെങ്കിൽ ഇനിയിപ്പൊ നിനക്ക് തോന്നുകയാണ് എപ്പോ ഞാൻ എന്നോട് പറയല്ലേ, കുറച്ച് സമയം കൂടി വേണം. ഉയർച്ച വരാനാണെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് നീ പോയി ചോദിച്ചു നോക്ക്. രാമനാമം ജപം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷം വരുള്ളൂ എന്ന് പറയണം. അപ്പൊ മരതക കാന്തിയോടുകൂടിയുള്ള ആ രമാകാന്തനെ ആശ്രയിക്കുന്നവരെ ഇപ്പൊ നോക്ക, നിന്റെ അനിയൻ വിഭീഷണൻ അവിടെ പോയി പറ്റിയിരിക്കണു. അപ്പൊ ഭഗവാനെ ഭക്ത്യാ നിരന്തരം സേവിച്ചാല് മുക്തി വരും, സംശയമില്ല. വിഭീഷണനെ മനസ്സിലായി, വിഭീഷണൻ രക്ഷപ്പെട്ടു. അപ്പൊ ഒരുവന്റെ നമ്മളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതായ ഈ ശുഗന്റെ വാക്കുകൾ കേട്ടിട്ട് രാവണന് കോപം വരിക ചെയ്തത്. കണ്ണൊക്കെ ചോന്നു. ശുഗനിപ്പൊ ചാരായി പോകുന്നുള്ള മാതിരി ദേഷ്യത്തോട് രാവണൻ പറഞ്ഞു, ഭൃത്യനായ നീ ഒരു ആചാര്യനെ പോലെ എന്നോട് സംസാരിക്കണോ? എങ്ങനെ ധൈര്യം വന്നു നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്? നീ പണ്ട് കുറച്ച് ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല. ഇനി എനിക്ക് നിന്നെ കാണണ്ട. ഇവിടെ നിന്നാ നിനക്ക് മരണം ഉറപ്പാണ്. അപ്പൊ ശുഗൻ ഇതൊക്കെ കേട്ടിട്ട് ശുഗന്റെ വാസസ്ഥലത്തേക്ക് പോയി. അപ്പൊ ആരായിരുന്നു ഈ ശുഗൻ? ശുഗൻ ഒരു ബ്രാഹ്മണനായിരുന്നു, മഹാജ്ഞാനിയായിരുന്നു ശുഗൻ. അപ്പൊ ദേവന്മാർക്കൊക്കെ ഉയർച്ച വരാൻ വേണ്ടിയിട്ട് ദിവസവും എന്താ പറയാ, രാക്ഷസന്മാരെ വിനാശം വരുത്താൻ വേണ്ടി യാഗാദികളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം ദേവന്മാരുടെ ഉയർച്ചയ്ക്കായി യാഗം ചെയ്യാനിരിക്കെ നിർജ്ജരവൈരി, ദേവന്മാരുടെ ശത്രു, അതായത് രാക്ഷസന്മാര്, അവരിലൊരു ശ്രേഷ്ഠനുണ്ട് വജ്രദ്രംഷ്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി രാക്ഷസന്മാരുടെ നാശത്തിനായിട്ട് യാഗം ചെയ്യാണ് ശുഗൻ, അയാളെ ഒരു പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കുംഭോദ്ഭവനം, അഗസ്ത്യ മഹർഷി കുടത്തിൽ നിന്നാണ് അത്ര ഉണ്ടായത്. അതുകൊണ്ടാണ് ആ കുംഭോദ്ഭവൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അഗസ്ത്യ മഹർഷി ഭക്ഷണം കഴിക്കാനായിട്ട് അഗസ്ത്യനെ ശുഗ മഹർഷി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഭക്ഷണം കഴിക്കണതിന് മുന്നേ എന്താ പറയാ, കുളികളൊക്കെ ഉണ്ട്, കുളി ജപമൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി പോയ സമയത്ത് ഈ രാക്ഷസൻ എന്ത് ചെയ്തു? വജ്രധരംഷ്ടൻ അഗസ്ത്യന്റെ വേഷം എടുത്തിട്ട് വന്നിട്ട്, രാക്ഷസന്മാർക്ക് അങ്ങനെ വേഷം മാറാൻ പറ്റില്ല, അങ്ങനെ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ശുഗനോട് പറഞ്ഞു, എനിക്ക് ഇന്ന് മാംസം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം, അതും ഛാഗമാംസം, അതായത് ആടിന്റെ മാംസം കൂട്ടിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം മാംസമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണ സമയത്താണ് പെട്ടെന്ന് ഇയാള് മറിയും, ഈ രാക്ഷസം മറിയും. ശരിക്കുള്ള അഗസ്ത്യ മഹർഷി വരുമ്പം ഈ എന്താണ് മാംസമാണ് വെച്ചിരിക്കുന്നത് കാണാം. ശരിക്കും നിനക്ക് എങ്ങനെയാ അങ്ങനെ ധൈര്യം വന്നത് ഈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? നീ ഭൂമിയിൽ പോയിട്ട് ജനിക്കും, എന്നിട്ട് ഇനി ഒരു കാലത്ത് ശ്രീരാമേന്ദ്രസ്വാമിയും സീതാദേവിയും വരുന്ന സമയത്ത് നീ രാവണന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അന്നേ നിനക്ക് മോക്ഷം ഉണ്ടാവുള്ളൂ, അതുവരെ നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും അഗസ്ത്യന് മനസ്സിലാവണില്ലേ എങ്ങനെയാ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായത്. അപ്പൊ അദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വജ്രദ്രംഷ്ടന്റെ കളിയായിരുന്നു. അപ്പം മിത്രാവരുണന്റെ പുത്രനാണ് അഗസ്ത്യൻ, മൈത്രാവരുണി എന്ന് പറഞ്ഞ. അപ്പം തപോബലം കൊണ്ട് ഈ സംഗതി മനസ്സിലാവണ സമയത്താണ് പറയാ, ഇങ്ങനെ നിനക്ക് ശാപമോക്ഷം ഉണ്ട്, എന്തായാലും ആ സമയത്ത് നിനക്ക് മോക്ഷം കിട്ടുന്നു. അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം വീണ്ടും ദ്വിജത്വത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കണ്ടോ. അപ്പൊ രാവണന് തത്വോപദേശം ചെയ്തതിലൂടെ ശുഗന് ശാപമോക്ഷം ലഭിച്ചു എന്നുള്ളതാണ് കഥ. അപ്പൊ മാല്യവാന്റെ ഇതെന്താ വെച്ചാല്, രാവണന്റെ അമ്മയായ കൈകസിയുടെ അച്ഛനാണ് ഈ മാല്യവാൻ. അന്ന് ആൾക്കാർക്കൊക്കെ ഒരുപാട് ആയുസുണ്ട്, 10,000 വർഷമൊക്കെ ജീവിച്ചിരിക്കും ആൾക്കാര്.
അപ്പം മുത്തച്ഛൻ രാവണന്റെ അടുത്ത് വന്നപ്പം രാവണൻ സ്വീകരിച്ചു. എന്തൊക്കെയാ വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഞാൻ നിനക്ക് നല്ല കാര്യങ്ങൾ കുറച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനത്തെ പോക്കാ പോണോന്നുണ്ടെങ്കിൽ ഇത് കുലത്തിന്റെ നാശാണ്. ദശകണ്ഠപ്രഭു എന്ന് അദ്ദേഹവും വിളിക്കുന്നുണ്ട് മാല്യവാൻ. മകളുടെ മകനാണ്, എന്നിട്ടും അങ്ങനെ വിളിക്കുന്ന എന്താ, രാജാവാണെന്നുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടി. ഇപ്പൊ നോക്ക, രാപകൽ ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്, മഴയില് രക്തം കലർന്നിട്ടുണ്ട്, ചൂടാണ് എപ്പോഴും. അങ്ങനെ ആ നാട്ടിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. പശുക്കള് ഖരങ്ങളെ പോലെ ജീവിക്കുന്നുണ്ട്. ലങ്കയിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ലങ്ക വളരെ സമാധാനമുള്ള സന്തോഷമുള്ള സ്ഥലമായിരുന്നു. അത് നീ മനസ്സിലാക്കണം. അപ്പം കാലസ്വരൂപനെ എല്ലായിടവും കാണുന്നുണ്ട്, ദുശകുനങ്ങളാണ് കാണുന്നത്. അപ്പൊ ഇതിനാകെയുള്ള ഒരു വഴി ശ്രീരാമപാദം ബോധം. ശ്രീരാമഭക്തിയാകുന്ന ആ ഒരു ഇതുകൊണ്ട് മാത്രമേ നിനക്ക് മോക്ഷം കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നീ ഇങ്ങനെയാണ് പോണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുലം നശിക്കും. അപ്പോ ഇത് രാവണൻ എന്താ വിചാരിക്കുന്നത്? മർക്കടന്മാർക്ക് ആശ്രയിച്ചിട്ട് വന്നിട്ട് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്മള് തൂക്കപ്പെടുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പൊ പറയും, എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട, ഞാന് ആവശ്യമുള്ളപ്പോ ഞാൻ ആളെ പറഞ്ഞു വിടാം, അപ്പം വന്നാ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് യുദ്ധം തുടങ്ങുകയാണ്. വാനരന്മാരൊരു ഭാഗത്ത്, രാക്ഷസന്മാരൊരു ഭാഗത്ത് യുദ്ധത്തിന് തയ്യാറായി. രാവണനെ കാണുമ്പോ ശ്രീരാമൻ അങ്ങോട്ട് ദേഷ്യം വരും. ലക്ഷ്മണന്റെ അടുത്ത് നിന്ന് വില്ലെടുക്കും. വില്ല് വാങ്ങി കൊലയ്ക്കുമ്പോ തന്നെ 10 കിരീടവും 20 കൈകളും. വൃത്രന് സമമായ വൃത്രൻ, ഇന്ദ്രനാൽ വധിക്കപ്പെട്ട വൃത്രാസുരൻ, ആ വൃത്രാസുരന്റെ സമമായ ശരീരവും ശൗര്യവും ഒക്കെ ഉള്ള രാവണൻ ഒറ്റ നിമിഷം കൊണ്ട് താഴെ വീണു. താഴെ വീണപ്പോഴത്തേക്ക് രാവണൻ ആകെ നാണായി. എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് ഈ ബാണം പുറകെ വരുന്നുണ്ടോ അങ്ങനെ നോക്കി ഒറ്റ ഓട്ട കോട്ടയിലേക്ക് ഓടിപ്പോയി. അപ്പൊ അവിടെ എത്തിയപ്പോ എന്താണ്, സേനാധിപന്മാരും എല്ലാരും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം വജ്രദ്രംശൻ അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഇനിയിപ്പോ യുദ്ധം ചെയ്യാനാണ് പോണത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെട്ടു ഇതായിട്ട് നിൽക്കണം. യുദ്ധത്തിന് ആളുകൾക്ക് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് വാദ്യഘോഷങ്ങളോടെ പെരുമ്പറയൊക്കെ മുഴക്കി ഗോമുഖം എന്ന് പറഞ്ഞാൽ മദ്ദളം പോലെയുള്ള ഒരു ഉപകരണമാണ്. താളവാദ്യം, പെരുമ്പറ അതൊക്കെ മുഴക്കിക്കൊണ്ട് ഈ രാക്ഷസന്മാരുടെ കൂട്ടക്കാര് പോണു. എന്തൊക്കെയോ മൃഗങ്ങളാണ് ഈ അവരുടെയൊക്കെ വാഹനങ്ങൾ ഭരിക്കണ. വാരണം, ആന, അശ്വം, കുതിര, ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകം, ഖരം, കഴുത, ഹരി, സിംഹം, ശാർദൂലം, പുലി, സൈരിഭം, കരടി, അങ്ങനെ ഇത് വലിക്കാൻ വേണ്ടിയിട്ട് കുറേ മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെയൊക്കെ കൂട്ടിയിട്ട് അസ്ത്രശസ്ത്രങ്ങളോടെ, അസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കണത്, ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട് പെരുമാറുന്ന വാള് പോലെയുള്ള ആയുധം, ഖഡ്ഗം, ശൂലം, ഇഷു പറഞ്ഞാൽ അമ്പ്, ചാപം, പ്രാസം, തോമരം, ഇരുമ്പുലക്ക, മുഗ്ധം എന്ന് പറഞ്ഞാൽ മുൾത്തടി, അങ്ങനെ ഇതൊക്കെ പിടിച്ച് വളരെ അധികം ശക്തിയോടെ ജയിക്കണമെന്ന വാശിയോടെ ബുദ്ധിയോടുകൂടി ആണ് ഇവര് യുദ്ധത്തിന് പോണത്. അപ്പൊ സമുദ്രവും പർവ്വതവും ഒക്കെ അങ്ങനെ ഉയർന്നു പൊങ്ങിയിട്ട് സത്യലോകത്തേക്ക് എത്തിയോന്ന് തോന്നിപ്പോവും. അത്ര വിധത്തിലാണ് ഓരോ ഭാഗത്തു നിന്നുള്ള ഈ കവികളുടെ വരവും ഈ രാക്ഷസന്മാരുടെ പുറപ്പാടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ അന്തരീക്ഷം തന്നെ ഒരു എന്താ പറയാ ഭീകരമായ അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം വജ്രഹസ്തൻ കിഴക്ക് ദിക്കില്, പ്രഹസൻ വജ്രദംഷൻ തെക്കേ ഭാഗത്ത്, ദുശ്ചൈവനാരിയ വായു മേഘനാഥൻ പടിഞ്ഞാറേ ഭാഗത്ത്, രാവണൻ വടക്ക് ഭാഗത്ത്. ഇങ്ങനെ ഓരോരുത്തരും ഗോപുരത്തിന്റെ ലങ്കയുടെ ഓരോ ഭാഗത്ത് നിന്നു. അതേമാതിരി തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആൾക്കാരും നീലൻ കിഴക്ക് ഭാഗത്ത് നിന്നു. ബാലി തനയൻ അങ്കദൻ തെക്കേ ഗോപുരത്ത് നിന്നു. പടിഞ്ഞാറ് ഭാഗത്ത് വായു ഭഗവാന്റെ പുത്രൻ ഹനുമാൻ നിന്നു. മറ്റേ ഭാഗത്ത് സുഗ്രീവൻ, സൗമിത്രി, സാക്ഷാൽ വടക്ക് ഭാഗത്ത് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി നിലകൊണ്ടു. അങ്ങനെ തുടക്കത്തില് ഭയങ്കര യുദ്ധം. 1000 കോടി മഹാകോടി, 1000 അർബുദം, 1000 ശംഖങ്ങൾ, 1000 പുഷ്പങ്ങൾ, 1000 കൽപ്പങ്ങൾ, 1000 ലക്ഷങ്ങൾ, 1000 ധൂളികൾ, 1000, ഇതെല്ലാം തന്നെ പണ്ട് കാലത്ത് കോടികളുടെ കണക്കാണ് കേട്ടോ. ലക്ഷങ്ങളും കോടികളുമായിട്ടുള്ള സംഖ്യകളാണ് ഇവിടെ പറയണത്. ഇത്ര അധികം ആൾക്കാര്, ഇത്ര അധികം കവികള്
യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും സംഖ്യകളുള്ള കപികുലവും ലങ്കാപുരത്തെ അങ്ങോട്ട് വളഞ്ഞു. അപ്പം പൊട്ടിച്ചെടുത്തു. പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികളെ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഇരുമ്പലൊക്കെ കൊണ്ടും ഒന്നും പറയണ്ട. ഉർവീരുഹം വൃക്ഷങ്ങൾ കൊണ്ട് ഉർവീതരം പർവ്വതങ്ങളെയൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് പിഴുതെടുത്തിട്ട് എറിയ ചെയ്യണത്. കോട്ടമതിലും കെട്ടങ്ങും ഒക്കെ തകർത്ത് ആർത്ത് വിളിച്ച് മഴ പോലെ ശരങ്ങൾ എഴുതുകൊണ്ടിരുന്നു. അപ്പൊ രാക്ഷസ സൈന്യത്തിലെ പലരും വെട്ടേറ്റ് പിളർന്നു വീണു. ശസ്ത്രങ്ങള് കാലാൾപ്പട അങ്ങനെ എല്ലാവരും ഹരി ഓം ഹരി ഓം. ഘോരമായ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശതഗ്നി എന്ന് പറഞ്ഞാല് 100 ഇരുമ്പാണി കത്തിച്ചു വെച്ച ഒരു കുത്തി വെച്ചിട്ടുള്ള ഒരു വലിയ കല്ലാണ്. അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ഉഗ്രങ്ങളായ വജ്രങ്ങൾ കൊണ്ട് രാക്ഷസന്മാരെ തിരിച്ചും ദ്രോഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം സന്ധ്യ അവസാനിച്ചപ്പോ രാവണന് മനസ്സിലായി ഈ വാനരന്മാരൊന്നും നിസ്സാരക്കാരൊന്നല്ല. അതുകൊണ്ട് ഇനി ആർത്തി കൊഴുത്ത എന്താണ് കവികളുടെ പ്ലാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശാർദൂലൻ തുടങ്ങി കുറച്ച് രാക്ഷസന്മാരെ കവികളുടെ വേഷത്തില് ആ കൂട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ കവികൾക്ക് മനസ്സിലായി ഇത് വേഷം മാറി വന്ന രാക്ഷസന്മാരാണ്. നാലെണ്ണം കൊടുത്തു, അടിച്ചോടിച്ചു. അപ്പോ വീണ്ടും ഭഗവാൻ അവർക്ക് അഭയം കൊടുത്തു. അതാണ് ഭഗവാൻ ഒരു കാന്തം പോലെയാണ്. ഭഗവാന്റെ അടുത്തേക്ക് എത്തിയാൽ ഭഗവാൻ അവിടെ ഒട്ടിച്ച് നിർത്തും, ഭഗവാൻ വിടില്ല. അപ്പൊ ഇവർക്ക് ഭഗവാന്റെ അടുത്ത് എത്തിയതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? അവരുടെ മനസ്സിലെ കുറച്ച് നന്മകളൊക്കെ കയറി തുടങ്ങി. അപ്പൊ അവരും തിരിച്ചു വന്നിട്ട് ശുഗനെ പോലെ ഈ രാക്ഷസന്മാരും രാവണനെ ഉപദേശിക്കാൻ തുടങ്ങി. രാവണൻ ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു. അദ്ദേഹം വിദ്യുജഹ്വൻ എന്ന രാക്ഷസനെയും കൂട്ടിയിട്ട് മൈഥിലി സീതാദേവി വാഴുന്നിടത്ത് പോയി. എന്നിട്ട് ഇയാളിനോട് രാമന്റെ രൂപമാക്കാൻ പറഞ്ഞു. എന്നിട്ട് കണ്ടോ ഈ തല രാമന്റെയാണ്, ഞാനതാ ഈ ധനുസ്സുകൊണ്ടാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സീതാദേവി ആകെ വിഷമായി വീണു. ആകെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് സരമ എന്തു പറയും വൈദേഹിയോട്, തോന്നുന്നുണ്ടോ ദേവിക്ക് ശ്രീരാമേന്ദ്രസ്വാമിയെ ആർക്കെങ്കിലും വധിക്കാൻ പറ്റുമോ? ഇതൊക്കെ മായയാണ്, ഇതൊക്കെ കളിക്കുകയാണ്, ഒരു സംശയവും വേണ്ട, ദേവിയുടെ നാഥൻ രാവണനെ കൊല്ലും എന്ന് സരമ പറഞ്ഞു. അപ്പൊ സീതാദേവിക്ക് സന്തോഷായി. സീതാദേവി സമാധാനായിട്ട് ഇരിക്കാൻ തുടങ്ങി. പിന്നെന്തായി? അങ്കദൻ രാവണന്റെ അടുത്ത് ദൂത് പോവാണ്. അങ്കദൻ ദൂത് പോയിട്ട് ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞയക്കണ തന്നെ കേട്ടോ, സീതയെ തിരിച്ചു തന്നോളൂ, അല്ലെങ്കിൽ നീ ഞങ്ങള് യുദ്ധം വീണ്ടും മുറുക്കാൻ പോവാണ്. ഞങ്ങളെ പേടിച്ചിട്ട് നീ ലങ്കാപുരി മുഴുവൻ പൂട്ടിയിട്ടാൽ കൂടെ രാക്ഷസന്മാരെയും നിന്നെ എല്ലാം രാമബാണത്തിന് എയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ സിംഹനാദം പോലെയുള്ള അങ്കദന്റെ വാക്ക് കേട്ടിട്ട് രാവണൻ വിട്ടില്ല. രാവണൻ എന്ത് പറഞ്ഞു? രാക്ഷസന്മാരോട് പറഞ്ഞു, ഇപ്പൊ തന്നെ നമ്മള് വീണ്ടും ഇതിനു വേണ്ടിയിട്ടുള്ള പുറപ്പാട് വേണം. ഈ രാക്ഷസന്മാരൊക്കെ അപ്പത് ഈ അങ്കദന്റെ കൂടെ വന്ന ആൾക്കാരെല്ലാരും കൂടെ തീപ്പന്തം കത്തിച്ചും ഒക്കെ ഇതിന്റെ മുകളിലൊക്കെ കയറി നിന്ന് ആകപ്പാടെ ബഹളം ഉണ്ടാക്കുകയാണ്, അവരുടെ വീര്യം കാണിക്കുകയാണ്. അങ്ങനെ ആ വൃക്ഷത്തില് വളരെയധികം എന്താ പറയാ, വളരെയധികം ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗവാസികൾ എല്ലാവരും, അതായത് ഇന്ദ്രാദികളും പിന്നെ നാരദമുനികളും അങ്ങനെ എല്ലാവരും അന്തരീക്ഷത്തിൽ നിരന്ന് വന്ന് നിൽക്കുകയാണ് ശ്രീരാമേന്ദ്ര സ്വാമിയുടെ യുദ്ധം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിരവധി കവികളും രാക്ഷസന്മാരും കോർത്തു. കുറേ പേര് കാലപുരി പോകി. അവസാനത്തെ യുദ്ധത്തില് വാനരന്മാര് ജയിച്ചു വന്നു. അന്നും സൂര്യൻ അസ്തമിച്ചു. അപ്പൊ ഇന്ദ്രജിത്തിന് ദേഷ്യം വന്നു. ഇന്ദ്രജിത്ത് എന്ത് ചെയ്തു? ഇന്ദ്രജിത്തിന് മറിഞ്ഞു പോകാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ ആകാശത്തിന് മറിഞ്ഞു നിന്നിട്ട് നാഗാസ്ത്ര ചെയ്തു. നാഗാസ്ത്ര ചെയ്തപ്പോ എന്തായി? കുറെ കവികള് ബോധം കെട്ടു വീണു. കുറെ കവികള് ബോധം കെട്ടു. ഭഗവാന്റെ പ്ലാനാണ് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഈ കവികളൊക്കെ ബോധം കെട്ട വീണ സമയത്ത് അവിടെ പറന്നു വന്നു ആര്? ഗരുഡൻ. ഗരുഡൻ ആരാണ്? നാഗവൈരിയാണ് ഗരുഡൻ. ഗരുഡൻ പറന്നു വന്ന് എന്താ ഉണ്ടാവുക? ഗരുഡൻ പറന്നു വന്നത് തന്നെ മതി ഈ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നവരൊക്കെ 10 മടങ്ങ് ഊർജത്തോടെ എഴുന്നേറ്റു. അപ്പൊ ഗരുഡൻ വന്നതും പറയണ്ടേ, 7 ദ്വീപുകള്, 7 സമുദ്രങ്ങള്, 7 പർവ്വതങ്ങള്,
അങ്ങനെ ഇളക്കി മറിക്കുന്ന ശക്തിയോടെ 7 കുതിരകളെ പൂട്ടിയവൻ സൂര്യകോടി തേജസ്സോടെയാണ് ഒരു സുവർണ അദ്രി, ഒരു വലിയ പർവ്വതം പൊങ്ങി വരുന്ന പോലെയാണ് അത്ര സർപ്പങ്ങളെ നശിപ്പിക്കുന്ന ഗരുഡൻ സമുദ്രത്തെ 2 ഇളക്കി മറിച്ച് ചിറകടിച്ച് 3 ലോകങ്ങളെയും വിറപ്പിച്ചുകൊണ്ട്. അപ്പൊ ഈ ഗരുഡൻ വന്ന് രാമപാദത്തിൽ വണങ്ങിയപ്പോ എന്താ ഉണ്ടായത്? ഇവരുടെ ഈ നാഗാസ്ത്ര ബന്ധനം ഒഴിഞ്ഞുപോയി, എല്ലാവരും സന്തോഷം സമാധാനായി. പൂർവം ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിർദ്ദലനം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്വിരാമായണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. ഇന്ന് എല്ലാവരും സന്തോഷത്തോടെ ആസ്വദിച്ചിരിക്കുകയാണ്. രമാക്ക നല്ല സരസമായി അർത്ഥത്തിനനുസരിച്ച് ഭാവത്തോടെ വായിച്ച് എല്ലാവരെയും ഭക്തിസാന്ദ്രത്തിലാക്കുക എന്ന് രമാക്കയുടെ ഒരു ക്വാളിറ്റിയാണ്. ഇന്നും അക്ക അത് തന്നെ ചെയ്തു. അതിന് എൻ്റെ നന്ദിയും ആദരവും SPYSS വകയായിട്ടും എൻ്റെ വകയായിട്ടും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗിരിജ രാജനക്ക എപ്പോഴും അക്ഷരസ്ഫുടതയോടും ആസ്വാദ്യമായി വായിക്കുന്നതിനും ഗിരിജാക്കയ്ക്കുള്ള ഒരു പ്രധാന ഗുണമാണ്. ഇന്നും ഒക്കെ ആ ഗുണം കൊണ്ട് ധന്യായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഈ പരിപാടി ഈശ്വര അനുഗ്രഹത്താൽ വിജയിപ്പിക്കുന്ന ഗിരിജാക്കയ്ക്ക് എന്റെയും സമിതിയുടെയും പേരില് ഞാൻ എൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. അടുത്തത് പ്രിയാക്ക, ശ്രീജ അക്ക വളരെ സൗമ്യമായി, സ്വാത്വികമായി, ലളിതമായി, ഹൃദ്യമായി പാരായണം ചെയ്ത് പ്രിയാക്കയ്ക്ക്, ശ്രീജ അക്കയ്ക്ക് എൻ്റെ ആദരവ് അറിയിക്കുന്നു. അടുത്തത് പാർവതി അക്ക. എന്നും പാർവതിയൊക്കെ എനിക്ക് കണ്ടിട്ട് നാരായണത്തിലൊക്കെ അറിയാം, ലാളിത്യത്തോടെ പറയുകയും അതുപോലെ തന്നെ ലാളിത്യത്തോടെ തന്നെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന അക്കയ്ക്കും ഇന്നും എന്റെയും നന്ദിയും ആദരവും അറിയിക്കുന്നു. പിന്നെ ഉണ്ണികൃഷ്ണൻ അണ്ണനെ ഞാൻ കണ്ടില്ല, എന്നാലും നല്ല ആസ്വാദ്യമായ പാരായണമായിരുന്നു. കേട്ട് ഞങ്ങൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ആളിനെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അണ്ണന് എൻ്റെ ആദരവും നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഗംഗാ രാജേന്ദ്രനൊക്കെയാണ് നമുക്ക് സാരാംശം പറഞ്ഞു തന്നത്. രാമായണ പാരായണത്തിന്റെ മുഴുവൻ ഭാഗവും വീണ്ടും ഒന്ന് വായിച്ച മാതിരി, എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് പാൽപായസം കുടിച്ച മാതിരി നിറഞ്ഞ് ഒരു ക്ഷീണിതയായ അവസ്ഥയിലായി പോയതായിരുന്നോ എല്ലാവർക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും വളരെ ഹൃദ്യമായിരുന്നു. വിസ്തരിച്ച് പറയാനുള്ള ആ മനസ്സ്, പൂർത്തീകരിക്കാനുള്ള ആ ആഗ്രഹം, അതൊക്കെ അപ്രീഷ്യബിൾ ആണ്. അക്കയ്ക്ക് എൻ്റെ പ്രണാമം, നന്ദി. പിന്നെ അതുപോലെ എന്നും നമ്മുടെ ഈ പരിപാടികള് ഒരു പ്രാവശ്യം കാണാൻ സാധിക്കാത്തവർക്ക് പോലും അടുത്ത മുഴുവൻ സമയവും കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന സുനൈന അക്ക, ആ റെക്കോർഡിങ്ങിന് നടത്തിക്കൊണ്ടിരുന്ന സുനൈന അക്കയ്ക്ക് എൻ്റെ നന്ദിയും സ്നേഹവും അതുപോലെ സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് എനിക്ക് ആങ്കർ ചെയ്യാൻ അവസരം തന്ന ഗിരിജ അക്കയ്ക്കും SPYSS എന്ന മഹാപ്രസ്ഥാനത്തിനും എൻ്റെ സ്നേഹവും ആദരവും സമർപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ രാമായണം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ചേ ശ്രദ്ധിച്ചുള്ളൂ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരികളാണ് ഞാൻ ഇവിടെ പറയുന്നത്. 10 കിരീടവും കൈകൾ 20 വൃത്തനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന കണ്ണിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി. ഈ രാവണനും ശ്രീരാമനും ആരാണ്? ഈ രാവണനും ശ്രീരാമനും തമ്മിലുള്ള യുദ്ധം നമ്മുടെ ഉള്ളിലെ എന്താണ്? ആസുര്യ സ്വഭാവവും സാത്വിക സ്വഭാവവും സച്ചിന്തകൾ അല്ലെങ്കിൽ ദുഷ്ചിന്തകളും തമ്മിലുള്ള
ഒരു മത്സരമാണ്, യുദ്ധമാണ്. അതാണ് നമ്മൾ ഈ കലിയുഗത്തിൽ അതിൽ നിന്ന് എടുക്കേണ്ട തത്വം. അപ്പൊ നമ്മള് എത്ര ജീവിതകാലം മുഴുവനും കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ കിരീടങ്ങളെല്ലാം ഈശ്വരൻ വിചാരിക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഷഡ്വികാരങ്ങളാകുന്ന അഹങ്കാരം, സ്വാർത്ഥത മുതലായവയായ ഈ കിരീടങ്ങൾ ഈശ്വരൻ വിചാരിക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം മണ്ണിൽ വീഴുന്നതാണ്, നമ്മൾ മണ്ണിൽ പതിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലെ തത്വങ്ങളെ മനസ്സിലാക്കി കഥകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും എപ്പോഴും നിയന്ത്രിച്ച് നമ്മൾ ഇപ്പൊ ഇതിനകത്തിലെ ഗീതയിലൊക്കെ പറഞ്ഞു, ഞാൻ ആരാണ്, ഞാൻ അടുത്ത നിമിഷം ആരായിത്തീരും, എന്തായിത്തീരും എന്നുള്ള ആ ചിന്തയുടെ രാമനാമത്തെ സ്മരിച്ചുകൊണ്ട് നമ്മൾ നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ അടുത്തത് വായിക്കപ്പിലിരുന്ന ഏത് പ്രസിദ്ധനെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടിരുന്ന നമ്മുടെ പ്രജിതാക്ക രമാനായരക്കയ്ക്ക് നേരത്തെ പറഞ്ഞു. അക്കയ്ക്ക് വീണ്ടും വീണ്ടും എന്റെ സ്നേഹവും ആദരവും പ്രജിതാക്ക മറന്നുപോയതല്ല, ഞാനിങ്ങനെ വെച്ചത് വിട്ടുപോയതാണ്. അതുപോലെ എല്ലാവർക്കും നമുക്ക് നമസ്കാര സ്ഥിതിയിലേക്ക് ഇരിക്കാം. നട്ടല് നിവർന്ന് എല്ലാവർക്കും ഇരിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.